ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. 25,800 എന്ന് പറയുന്ന മേജർ സോണിന് താഴെയാണ് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ക്ലോസിങ് കിട്ടിയത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഫ്ലൈറ്റ്സിൻ്റെ ക്യാൻസലേഷൻ ആയി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റിനെ സ്വാധീനിച്ചു നെഗറ്റീവായിട്ട്. കൂടാതെ FISൻ്റെ ഭാഗത്തുനിന്നും സെല്ലിംഗ് പ്രഷർ കൂടുതലുണ്ടായിരുന്നു. FIS ഇന്നലെയും 1674 കോടി രൂപയുടെ സെല്ല് നടത്തി. DIs ഏറെ നാളായിട്ട് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും FISൻ്റെ ഭാഗത്ത് നമ്മുടെ സീവിയർ സെല്ലിങ് അതിനെ മറികടക്കാൻ DIസിനും പറ്റുന്നില്ല. ഇതിന് നമുക്ക് വലിയൊരു ഈവനുണ്ടായിരുന്നു. യുഎസിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ RBI 25 ബേസ് പോയിൻറ്റ് കട്ട് ചെയ്ത പോലെ തന്നെ അവിടെയും US സെൻട്രൽ ബാങ്ക് 25 ബേസ് പോയിൻറ്റിൻ്റെ ഒരു കട്ട് നടത്തി എന്നുള്ളതാണ് പോസിറ്റീവായ ഒരു കാര്യം സംഭവിച്ചത്. നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ 3 ദിവസവും നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റ് നെഗറ്റീവായിരുന്നെങ്കിൽ ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ US മാർക്കറ്റുകളിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. എസ്പെഷ്യലി US മാർക്കറ്റിൽ. കാരണം യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവ് ആകാനായിട്ട് US മാർക്കറ്റിലുണ്ടായ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇന്ത്യൻ സമയം തന്നെ ഏകദേശം ഒരു 12:30 AM അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തു പോയിരുന്നു. പക്ഷേ US മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഏറ്റവും താഴെ US VIX 7% ക്രാഷായി. നാസ്ഡാക്ക് പോസിറ്റീവ് 77 പോയിൻറ്റ്, ഡോ കാണാം 500 പോയിൻറ്റ്, ഏകദേശം 1% റാലി. അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ് എന്തുകൊണ്ട് റാലി ചെയ്തില്ല എന്ന് ചോദിച്ചാൽ US മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തീരുമാനം വന്നത് വൈകിയാണ്. അതിന് മുമ്പ് US മാർക്കറ്റ് അടച്ചു പോയിരുന്നു. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ, അല്ലെങ്കിൽ ഏഷ്യൻ സൈഡിലേക്ക് വരാണെങ്കിൽ ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവിൽ നിലകൊള്ളുന്നുണ്ട്. ഗോൾഡ് കാണാം ഏറ്റവും മുകളിൽ നിന്ന് ആറാമത് SAU/USD കാണാം $4,245 പെർ ഔൺസ്, $16 ഇന്ന് ഉയർന്നിട്ടുള്ളത്. ബിറ്റ്കോയിൻ കാണാം 1227 പോയിൻ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ഇനി നിഫ്റ്റി ഫ്യൂച്ചർ നമുക്ക് ക്ലോസിംഗ് ഉണ്ടായിരുന്നത് 25,857 നമുക്ക് ഇപ്പോൾ ഉള്ള നിഫ്റ്റി 25,947 അതായത് ഏകദേശം ഒരു 50 പോയിൻറ്റിൽ കൂടുതൽ ഒരു പോസിറ്റീവാണ് നിഫ്റ്റി നിൽക്കുന്നത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ്, വിപ്രോ എല്ലാം തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തത് കാണാൻ സാധിക്കും. ഇൻഫോസിസ് 1%, വിപ്രോ ഓൾമോസ്റ്റ് 2%-ൻ്റെയും റാലി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് കിടക്കാം. ഈ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും അത് കൂടാതെ തന്നെ അത് അക്കൗണ്ട് ഓപ്പണിങ്ങും ഫ്രീ ആണ്. നമ്മുടെ ടാറ്റ ഗ്രൂപ്പ് ബാക്കപ്പ് ചെയ്യുന്ന അപ്സ്റ്റോക്കിൽ. അപ്പോൾ അപ്സ്റ്റോക്കിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഈ സ്റ്റോക്കുകളുടെ വാർത്തകളിലൊക്കെ നമുക്ക് വരാം. ആദ്യം മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സാണ്. ഇന്ത്യൻ നേവി ആയിട്ടൊരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. സിപ്ല പുതിയ മെഡിസിന് അവർക്ക് അംഗീകാരം കിട്ടി. SBI ഒരു പേയ്മെൻറ്റ് ഇൻറ്റിഗ്രേറ്റഡ് സബ്സിഡിയറി കമ്പനി ഫോം ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. പുറവൻകര കമ്പനി അവർക്ക് 500 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് പുറവൻകര. പെട്രോനെറ്റ് കമ്പനി 12,000 കോടി രൂപയുടെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട് SBI ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന്. നെസ്ലയുടെ CFO റിസൈൻ ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. ബിൽഡ്കോൺ കമ്പനിക്ക് 5,000 കോടി രൂപയുടെ ഓർഡർ നാൽക്കോയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. DCM ശ്രീരാം കമ്പനി ബയർ കോർപ്പായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. മീഷോ വളരെ അടുത്തിടെ IPOയിലേക്ക് വന്ന മീഷോ കമ്പനി അവർ ഏകദേശം 2,800 കോടി രൂപയാണ് മീഷോ ടെക് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. സെൻട്രൽ ബാങ്കായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് ഉള്ളത്, ഈ സെൻട്രൽ ബാങ്ക് ബന്ധൻ AMC ആയിട്ട് മ്യൂച്വൽ ഫണ്ട് പ്രൊഡക്റ്റുകളിൽ ചെയ്യാനായിട്ട് ധാരണയായി. TCS IT കമ്പനിയാണ്. TCS US സെയിൽസ് ഫോഴ്സിനെ അക്യൂർ ചെയ്തായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇൻഡിഗോ കമ്പനി ഇപ്പോൾ ഫ്ലൈറ്റെല്ലാം തന്നെ ഈ വിൻ്റർ സീസണിൽ 10% കുറയ്ക്കണമെന്ന് ഈ ഏവിയേഷൻ മിനിസ്ട്രി ഇൻഡിഗോയുടെ ആവശ്യപ്പെട്ടു. അപ്പോൾ അത് അവരുടെ ഈ വരുന്ന ക്വാർട്ടർ റിസൾട്ടുകളിൽ ബാധിച്ചേക്കാമെന്ന് കമ്പനി അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ള ന്യൂസുകൾ. നമുക്ക് നമ്മളെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, അത് നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജോയിൻ ചെയ്യുക, ഫോളോ ചെയ്യുക. വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.